Hi all, welcome to the fourth class based on the geography chapter, Manufacturing Industries. In the last few classes, we are talking about the classification of industries. So we started with raw material based industries. അതിൽ നമ്മൾ agro based industries fully complete ചെയ്തിട്ടുണ്ടായിരുന്നു. And we just started mineral based industries. അതിൻ്റെ ഡെഫിനേഷൻ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് എൻ്റെ എക്സാമ്പിളൂടെ നോക്കാം. അണ്ടർ ദിസ് ടോപ്പിക് നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ വരുന്ന രണ്ട് ഇൻഡസ്ട്രീസ് ആണ്. ഫസ്റ്റ് വൺ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ സിമെൻറ്റ് ഇൻഡസ്ട്രി. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. അതിലെ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള ഏത് തരം ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ്, സെക്കൻഡ് വൺ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ്, തേർഡ് വൺ അമോണിയം ഫോസ്ഫേറ്റ് ആൻഡ് ലാസ്റ്റ് വൺ കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്. അതായത് മെയിൻലി സെൻറ്റർ അറൗണ്ട് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് നൈട്രോജൻ ഫെർട്ടിലൈസേഴ്സ്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് യൂറിയ. ദെൻ സെക്കൻഡ് വൺ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് തേർഡ് വൺ അമോണിയം ഫോസ്ഫേറ്റ്. അതിന് ഷോർട്ട് ഫോം ആയിട്ട് DAP എന്ന് പറയാറുണ്ട്, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് ഫുൾ ഫോം. പിന്നെ ലാസ്റ്റ് വൺ സം കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്, അതായത് കേട്ടിട്ടുണ്ടായിരിക്കും മെയിനായിട്ട് NPK എന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, അതായത് നൈട്രജൻ ഫോസ്ഫേറ്റ് ആൻഡ് പൊട്ടാഷ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സിലാണ് ഈ ഇൻഡസ്ട്രി മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഈസ് എ തേർഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സ്. വേൾഡിൽ ഇന്ത്യക്ക് തേർഡ് പൊസിഷനാണുള്ളത് ഫസ്റ്റ് പറഞ്ഞ നൈട്രോജനസ് ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിൽ. Now we have to discuss the main state where this industry is found. Main states having this industry are Gujarat, Tamil Nadu, UP, Punjab and Kerala. ഈ സ്റ്റേറ്റിലേക്കാണ് ഈ ഇൻഡസ്ട്രീസ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ സ്റ്റേറ്റിലാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇത് കൂടാതെ ചില അതർ സിഗ്നിഫിക്കൻറ്റ് പ്രൊഡ്യൂസേഴ്സ് കൂടെ ഉണ്ട്. കൂടുതലായിട്ട് ഈ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ, എന്നാലും ചില സ്റ്റേറ്റിൽ കൂടെ ഇതിൻ്റെ പ്രസൻസ് ഉണ്ട്. അതാണ് അതർ സിഗ്നിഫിക്കൻറ്റ് പ്രൊഡ്യൂസേഴ്സ് ആ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, ബീഹാർ, മഹാരാഷ്ട്ര, ആസാം, വെസ്റ്റ് ബംഗാൾ, ഗോവ, ഡൽഹി, മധ്യപ്രദേശ് ആൻഡ് കർണാടക. ഈ പറയുന്ന സ്റ്റേറ്റിലൊക്കെ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ബട്ട് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ ദീസ് സ്റ്റേറ്റ്സ്. ഇത്രയാണ് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള മേജർ പോയിൻറ്റ്സ്. ഇനി സെക്കൻഡ് ഇൻഡസ്ട്രി അണ്ടർ ദിസ് ടോപ്പിക്, സിമെൻറ്റ് ഇൻഡസ്ട്രി. ഫസ്റ്റ് പോയിന്റ് വളരെ ജനറൽ ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ആർ ദ യൂസ് ഓഫ് സിമെൻറ്റ് എന്നുള്ളത്. സിമെൻറ്റ് ഈസ് used for construction activity such as building houses, factories, bridges, road, airport, dams. ഇവിടെ നിങ്ങൾക്ക് എന്തും എഴുതാം. ഈ ഒരു കീ വേർഡ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. സെക്കൻഡ് പോയിന്റ്, ഇനി ഈ സിമെൻറ്റിൻ്റെ ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നോക്കുന്നത്. This industry requires bulky and heavy raw materials like limestone, silica, alumina and gypsum. ഈ 4 ഫാക്ടേഴ്സാണ്, ഈ 4 മെറ്റീരിയൽസാണ്, റോ മെറ്റീരിയൽസാണ് സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതെല്ലാം കുറച്ച് ബൾക്കിയും അതുപോലെ ഹെവിയുമാണ്. അത് ഓർത്ത് വയ്ക്കുക. ദിസ് ഇൻഡസ്ട്രി റിക്വയർ ബൾക്കി ആൻഡ് ഹെവി റോ മെറ്റീരിയൽ ലൈക്ക് ലൈംസ്റ്റോൺ, സിലിക്ക, അലുമിന ആൻഡ് ജിപ്സം. ഇനി third point about cement industry, the industry are strategically located plants in Gujarat. അതായത് ഗുജറാത്തിൽ നമുക്ക് ഒരുപാട് സിമെൻറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫാക്ടറീസ് കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഇറ്റ് ഹാസ് സ്യൂട്ടബിൾ ആക്സസ് ടു ദ മാർക്കറ്റ് ഇൻ ഗൾഫ് കൺട്രീസ്. നമുക്ക് അവിടുന്ന് ഗൾഫ് കൺട്രീസിലേക്ക് കുറച്ചുകൂടെ ആക്സസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ മാർക്കറ്റിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഇത്തരം പ്ലാന്റ്സ് കൂടുതലായിട്ടും കാണുന്നത്. ഇനി ഒരു ഹിസ്റ്റോറിക്കൽ പോയിൻ്റാണ് പറയുന്നത് അബൌട്ട് സിമെൻറ്റ് ഇൻഡസ്ട്രി. ദ ഫസ്റ്റ് സിമെൻറ്റ് പ്ലാന്റ് ഇൻ ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ചെന്നൈ ഇൻ 1904. ഈ ഇയേഴ്സ് എല്ലാം ഓർത്ത് കാരണം ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ MC ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഏത് ഭാഗത്തുനിന്നും 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു ചാൻസ് ഈ വർഷം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇയേഴ്സും പ്ലേസും എല്ലാം ഈ വർഷം കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഫസ്റ്റ് സിമെൻറ്റ് പ്ലാന്റ് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ ദ ഇയർ 1904. പ്ലേസ് വാസ് ഇൻ ചെന്നൈ. The last point about cement industry in India, this industry is doing well in terms of production as well as export. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് കൺട്രിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഡെവലപ്മെൻറ്റ് അച്ചീവ്. അപ്പോൾ ഇത്രയാണ് കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഇനി നമുക്ക് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ ക്ലാസിഫിക്കേഷൻ ഒരു സമ്മറി നോക്കാം.
ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്ന പോയിന്റിൽ നമുക്കൊരു പ്രത്യേക കാര്യം കാണാൻ പറ്റും. അതായത് നമ്മൾ ഒരു കാറ്റഗറിയിൽ പഠിച്ച ഇൻഡസ്ട്രീസ് തന്നെ മറ്റൊരു കാറ്റഗറിയിൽ റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അത് ഓർത്തിക്കാൻ എളുപ്പമാണ്. കാരണം ഒരു തവണ മാത്രം അത് പഠിച്ചാൽ മതി, മറ്റൊരു സെക്ടറിൽ കൂടെ അത് റിപ്പീറ്റ് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റോ മെറ്റീരിയൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് വൺ അഗ്രോ ബേസ്. അതായത് നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പഠിച്ചത്: കോട്ടൺ ഇൻഡസ്ട്രി, ജൂട്ട് ഇൻഡസ്ട്രി ആൻഡ് ഷുഗർ ഇൻഡസ്ട്രി. പിന്നെ അതിൽ വരുന്നതായിരുന്നു സെക്കൻഡ് വൺ മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി. അത് ഡിസ്കസ് ചെയ്ത് അയൺ ഇൻഡസ്ട്രി, അലുമിനിയം ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആൻഡ് സിമെൻറ്റ് ഇൻഡസ്ട്രി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസ് ഓഫ് മെയിൻ റോൾ. അതിൽ 2 കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ബേസിക് ഓർ കീ ഇൻഡസ്ട്രി, അതായത് ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രി എന്നുള്ള അർത്ഥം വരുന്നതാണ് ബേസിക് ഓർ കീ ഇൻഡസ്ട്രി. ജസ്റ്റ് ദിസ്, ഇവിടെ നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാൻ വരുന്നില്ല. കാരണം ഇതിൽ 2 കാര്യങ്ങൾ വരുന്നത് അയൺ ആൻഡ് അലുമിനിയം. ഇത് രണ്ടും നമ്മൾ മുമ്പേ പഠിച്ചു കഴിഞ്ഞു. രണ്ടും നമ്മൾ മിനറൽ ബേസ്ഡിലും പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അലുമിനിയവും അയണും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പുതിയതായിട്ടൊരു ഒരു പോയിന്റ് പോലും പഠിക്കാൻ വരുന്നില്ല. നിങ്ങൾ അവിടെ പഠിച്ച അതേ പോയിന്റ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി മെയിൻ റോളിൻ്റെ ബേസിൽ രണ്ടാമത്തെ ക്ലാസ് ഇൻഡസ്ട്രിയാണ് കൺസ്യൂമർ ഇൻഡസ്ട്രി. അതായത് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില ഇൻഡസ്ട്രീസ്, ചില പ്രൊഡക്ട്സ്. അതിൽ നിങ്ങളുടെ സിലബസ് പ്രകാരം ഒറ്റ ഇൻഡസ്ട്രി മാത്രമേ കാണുന്നുള്ളൂ, അതാണ് ഷുഗർ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ അതും ഇനി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം വി ഓൾറെഡി ലേൺ ദാറ്റ് അണ്ടർ അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രി. അപ്പോൾ അതും ഈസിയാണ്. ഇനി സോ ഫസ്റ്റ് വൺ ഓൺ ദ ബേസ് ഓഫ് റോ മെറ്റീരിയൽ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെയിൻ റോൾ. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അത് നിങ്ങൾ പല ക്ലാസ്സിലും പഠിച്ചു തന്നെ ആയിരിക്കും. സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ, ഒരുപാട് ഈ ടേംസിലാണ് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ വിത്ത് ഓൾ ദീസ് ടോപ്പിക്സ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് വിത്ത് ദ reference to maximum investment allowed on the assets of a unit. Here investment is comparatively less. ഇവിടെ ഒറ്റ വാക്ക് മാത്രം കീവേഡായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് അസറ്റ് എന്നുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റലും അല്ലെങ്കിൽ ലേബേഴ്സും നമ്പർ ഓഫ് വർക്കേഴ്സ്, അതുപോലെ മറ്റെല്ലാ അസറ്റും, ലാൻഡ് ആവാം, ഇതെല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ളത്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വളരെ കുറവായിരിക്കും. അതാണ് ഇതിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ദ റെഫറൻസ് ടു ദി മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് ഓൺ ദ അസറ്റ് ഓഫ് എ യൂണിറ്റ്. ഹിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. ഇവിടെ നമ്മളൊരു ചെറിയ യൂണിറ്റ് ആയിട്ടാണ് ഇത്തരം ഇൻഡസ്ട്രി തുടങ്ങുന്നത്. ഇനി സെക്കൻഡ് വൺ ലാർജ് സ്കെയിൽ, ആസ് യു നോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് വിത്ത് ദ റെഫറൻസ് ടു ദ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് ഓൺ ദ അസറ്റ് ഓഫ് എ യൂണിറ്റ്. ഹിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി മോർ. അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസിൽ ചെറിയൊരു സ്ലൈഡ് ചേഞ്ച് മാത്രമേ വരുത്തേണ്ടുള്ളൂ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി ലെസ് എന്നാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ അതിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി മോർ. വേറൊന്നും നിങ്ങൾക്ക് പുതിയ സെൻറ്റൻസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതാണ്. ഡോണ്ട് ഫോർഗെറ്റ് ദ ടോപ്പിക് വി ആർ ടോക്കിംഗ് അബൌട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നൗ. ഇൻഡസ്ട്രീസ് ഓൺ ദ ബേസ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫസ്റ്റ് വൺ വാസ് സ്മോൾ സ്കെയിൽ ആൻഡ് സെക്കൻഡ് വൺ ലാർജ് സ്കെയിൽ. ഇനി ഫോർത്ത് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഐ തിങ്ക് ഇനി ഗ്രേഡ് 8 നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതേ ക്ലാസിഫിക്കേഷനെല്ലാം. വളരെ ഈസിയാണ്, നിങ്ങൾക്കറിയാം. പബ്ലിക് സെക്ടർ, നിങ്ങൾ മെയിനായിട്ട് കേട്ടിരിക്കുക 2 സെക്ടേഴ്സ് മാത്രമായിരിക്കും, പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഇവിടെ കുറച്ചുകൂടി സെക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, പബ്ലിക് സെക്ടർ. നിങ്ങൾക്കറിയാം പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളുള്ള ഇൻഡസ്ട്രീസാണ് പബ്ലിക് സെക്ടർ. സോ വി ക്യാൻ ഡിഫൈൻ ലൈക്ക് ദീസ്. Owned and these are the industries owned and operated by government. അതിന് ഓണർഷിപ്പ് ഗവൺമെൻറ്റിനായിരിക്കും, അത് റൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം ഗവൺമെൻറ് ആയിരിക്കും. സോ അത്ര ഇൻഡസ്ട്രീസ് അറിയപ്പെടുന്ന പേരാണ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ കീവേഡായിട്ട് ഓർത്തിരിക്കേണ്ടത് ഗവൺമെൻറ് എന്നുള്ള വേർഡ് മാത്രമേ ഓർത്തിരിക്കേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ എഴുതാൻ പറ്റും. ഇനി 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നാണ് BHEL ഓർ ബെൽ എന്ന് പറയാം. അതായത് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, അതാണ് ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇത് രണ്ടുമാണ് എക്സാമ്പിളായി ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇവിടെ എല്ലാം ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം.
അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന 2 എക്സാം ടെക്സ്റ്റ് ബുക്ക് കാണുന്നത്. ഒന്ന് ടിസ്കോ, നിങ്ങൾ പലതവണ കേട്ട് പരിചയിച്ചൊരു വാക്കാണ് ടിസ്കോ, ടാറ്റ ആൻഡ് സ്റ്റീൽ കോർപ്പറേഷൻ. അതുപോലെ മറ്റൊന്ന് കൊടുത്തിരിക്കുന്നത് ബജാജ് ഓട്ടോ ലിമിറ്റഡ്. അപ്പോൾ ഇതെല്ലാം ചില പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. ഇനി ഓണർഷിപ്പിൽ വരുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് ജോയിൻറ്റ് സെക്ടർ. നമുക്ക് ആ പേര് തന്നെ മനസ്സിലായിരിക്കും. ജോയിൻലി റൺ ബൈ ഗവൺമെൻറ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒന്നുകിൽ ഗവൺമെൻറ്റോ ഇവർ മൂന്നും ഒരുമിച്ച്, ഗവൺമെൻറ്റും ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് റൺ ചെയ്യുന്ന തരം ഇൻഡസ്ട്രീസാണ് ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഓയിൽ, അതൊരു ഷോർട്ട് ഫോമാണ്. അതിന് ഫുൾ ഫോം ഇങ്ങനെയാണ്, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. അതാണ് എക്സാമ്പിളായിട്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് ഫോർ ജോയിൻറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റിൽ സ്റ്റേറ്റ് എന്ന് കൊടുക്കാൻ കാരണം ഈ പല സമയത്ത് സോഷ്യൽ എസ്പെഷ്യലി സിവിക്സിലൊക്കെ ഈ സ്റ്റേറ്റ് എന്നുള്ള വാക്ക് പല സമയത്തും ഒരു നാഷണൽ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏത് ടേം യൂസ് ചെയ്യാം, ഏത് ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ് എന്നുള്ള മീനിങ് അല്ല, ഗവൺമെൻറ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു നാഷൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അതായിരുന്നു തേർഡ് വൺ. ഇനി ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിൽ അവസാനം വരുന്ന കാറ്റഗറിയാണ് കോപ്പറേറ്റീവ് സെക്ടർ. അതായത് ദീസ് ഇൻഡസ്ട്രീസ് ആർ ഓൺഡ് ആൻഡ് ഇവിടെ 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ പ്രൊഡ്യൂസേഴ്സ് ഓർ സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽ. പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ. ആൻഡ് വർക്കേഴ്സ് ഓർ ബോത്ത്. ഒന്നുകിൽ വർക്കേഴ്സോ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സോ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകളോ, അല്ലെങ്കിൽ ഇവർ 2 കൂടിയിട്ടും, ഇവർ 2 പേരും ചേർന്ന്. അപ്പോൾ അങ്ങനെ റൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസാണ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻഡസ്ട്രി. അപ്പോൾ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ദേ ഷെയർ ദ പ്രോഫിറ്റ് ഓർ ലോസ് പ്രൊപ്പോർഷനേറ്റ്ലി. പ്രോഫിറ്റാണ് അവർ ഷെയർ ചെയ്യും, അല്ല ഇൻ കേസ് ഓഫ് ലോസ് അതും അവർ ഷെയർ ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് എല്ലാ റിസ്ക്കും അവർ എടുക്കേണ്ടി വരും. പ്രോഫിറ്റും ഷെയർ ചെയ്യാം, ലോസിൻ്റെ കാര്യത്തിലാണ് എവിടെ അവർ റിസ്ക് എടുക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഇൻഡസ്ട്രീസാണ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻഡസ്ട്രി. കുറച്ച് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അതിൽ. ഫസ്റ്റ് വൺ കൊയർ ഇൻഡസ്ട്രി ഓഫ് കേരളത്തിൽ നമുക്കറിയാം കയർ ഇൻഡസ്ട്രി. അതുപോലെ ഷുഗർ ഇൻഡസ്ട്രി ഓഫ് ഉത്തർപ്രദേശ്. ഈ 2 എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഫോർ കോപ്പറേറ്റീവ് സെക്ടർ ഇൻഡസ്ട്രി. ഓക്കെ, സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ്. ഇനി ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയാണ് ബേസ്ഡ് ഓൺ ദ ബൾക്ക് ആൻഡ് വെയ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ അതിൻ്റെ ഹെവിനെസ്സും വെയ്റ്റൊക്കെ നോക്കി ഡിറ്റർമൈൻ ചെയ്യുന്ന തരം ഇൻഡസ്ട്രീസാണ് ഫിഫ്ത്ത് വൺ, ബേസ്ഡ് ഓൺ ദ ബൾക്ക് ആൻഡ് വെയ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ. അത് 2 സബ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. ഫസ്റ്റ് വൺ ഹെവി ഇൻഡസ്ട്രീസ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ് വളരെ ഹെവി ആയിരിക്കും, ബൾക്കി ആയിരിക്കും. അതിൽ എക്സാമ്പിൾ വരുന്നത് അയണൈസ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മൾ മുമ്പ് 2 കാറ്റഗറിയിൽ അയൺ റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. അപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു പോയിന്റ് ഇവിടെ ഇനി പഠിക്കാൻ വരുന്നില്ല. ഇനി നെക്സ്റ്റ് വണ്ണാണ് ലൈറ്റ് ഇൻഡസ്ട്രീസ്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ളതാണ്, അത്ര ഹെവി ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ല. അതിൽ നമുക്ക് ഒറ്റ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ, അതാണ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇതൊരു പുതിയ ഇൻഡസ്ട്രി, നമുക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഹെവി ഇൻഡസ്ട്രി നമുക്ക് പുതിയതായിട്ടൊന്നും പഠിക്കാൻ വരുന്നില്ല, കാരണം അയണൈസ് ഇൻഡസ്ട്രി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ലൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കൊരു പുതിയ ഇൻഡസ്ട്രി വരുന്നുണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. സോ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ friends. Thanks for watching.